90കളിലൊക്കെ സിനിമകൾ പലതും 3 മണിക്കൂറിന് മുകളിലൊക്കെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളൊക്കെ. അത് കുറേയൊക്കെ ഹിറ്റായിട്ടുണ്ട്, ചിലതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമ അന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 14 ഗാനങ്ങൾ കൊണ്ട് നിറഞ്ഞ സിനിമയായിരുന്നു അത്. ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു സിനിമ അന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1989 റിലീസ് ചെയ്ത മേനെ പ്യാർ കിയ എന്ന് പറയുന്നൊരു സിനിമ, സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു നടന് നായകനായിട്ട് ഒരുപാട് ഗുണം ചെയ്ത ഒരു സിനിമയായിരുന്നു. അതിനുശേഷം അദ്ദേഹം സാജൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായി. പിന്നെ ഒരു 92-3 കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് സിനിമകളൊക്കെ അദ്ദേഹത്തിന് പരാജയപ്പെട്ട് അവസാനം സൽമാൻ ഖാൻ തിരിച്ചുവരെ ഒരുക്കിയ സിനിമയാണ് ഹം ആപ്കെ ഹൈക്കോർട്ട്. അപ്പോൾ സൂരജ് ബർജാട്ടിയ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹമാണ് മേനെ പ്യാർ കിയ സംവിധാനം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതേപോലത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു പ്ലാനിലൊക്കെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, രാജ്ശ്രീ പ്രൊഡക്ഷൻസ് എന്നൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ കമ്പനി, സൂരജ് ബർജാട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ ഒക്കെ ആയിട്ട് തുടങ്ങിയ കമ്പനിയാണ്, അവർ സിനിമാ കുടുംബം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ അച്ഛൻ പറഞ്ഞു അതുപോലത്തെ ഒരു സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ ഈ പ്രൊഡക്ഷൻ കമ്പനി തന്നെ കുറച്ച് മുമ്പ് ചെയ്ത ഒരു സിനിമയുണ്ട്, അതിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മകനോട്, സൂരജ് ബർജാട്ടിയോട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു. നാദിയെ കെ പ്യാർ എന്ന് പറഞ്ഞ് 82 റിലീസ് ചെയ്ത ഒരു സിനിമ. അത് ആക്ച്വലി 60കളിലെ ഒരു നോവലാണ്. അന്നത്തെ ഒരു റൊമാൻറ്റിക് ട്രാജഡി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കേശവ പ്രസാദ് എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ആ 82 സിനിമ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ട് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് അതിനനുസരിച്ചിട്ട് അദ്ദേഹം ഒന്ന് മാറ്റി എഴുതി. അങ്ങനെ അതെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അന്ന് ഹിന്ദി സിനിമകളിൽ കൂടുതലും ആക്ഷനും വയലൻസും നമുക്കറിയാം കുറേ സിനിമകൾ. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് മുമ്പ് കൽനായക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കൽനായക് എത്തരത്തിലുള്ള സിനിമയാണെന്ന് അറിയാം. വയലൻസ് ഉണ്ട്, അതിൽ ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അന്ന് അമിതാഭ് ബച്ചൻ്റെ അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ കുറേ സിനിമകൾ ആ സമയത്ത് ഗോവിന്ദയുടെ ഒക്കെ ചില സിനിമകളൊക്കെ ഇച്ചിരി റൊമാൻസ് ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടുതലൊരു വയലൻസ് സിനിമകൾ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ഡ്രാമ അതൊന്നൊരു മാറ്റം വന്നിട്ടുള്ള തരത്തിൽ ഉള്ള ഒരു സിനിമയായിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാം അതിൽ സൽമാൻ ഖാനും മാധുരി ദീക്ഷിത്തുമാണ് അതിലെ പ്രധാനപ്പെട്ട നായകനും നായികയായിട്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്, അനുപം ഖേർ ഉൾപ്പെടെയുള്ള വേറെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷെ അന്ന് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇവർ രണ്ടുപേരും അല്ലായിരുന്നു സംവിധായകൻ്റെ മനസ്സിൽ. അന്ന് പരാജയപ്പെട്ട് നിൽക്കുന്ന സൽമാൻ ഖാനെക്കാട്ടും താരമൂല്യം ഉണ്ടായിരുന്ന ആമീർ ഖാൻ്റെ അടുത്താണ് സംവിധായകൻ ആദ്യം ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് പോയത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ആമീർ ഖാൻ അത് ചെയ്തില്ല. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമ അഭിനയിച്ച് സൽമാൻ ഖാനെ തന്നെ വീണ്ടും ഇതിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നിക്കി അനേജ എന്ന് പറഞ്ഞിട്ട് ഒരു നടി, അവരന്ന് സീരിയലുകളിലൊക്കെയാണ് കൂടുതൽ അഭിനയിച്ചിരുന്നത്. പക്ഷെ അത്യാവശ്യം ജനപ്രീതി ഉള്ള ഒരു നായികയായിരുന്നു അന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക്. അവരെ അപ്രോച്ച് ചെയ്തിരുന്നു, പക്ഷെ എന്തോ അവരും ചെയ്തില്ല. അങ്ങനെ അത് വീണ്ടും മാധുരി ദീക്ഷിത്തിലേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യം മനസ്സിൽ ഉണ്ടായിരുന്ന ചിലപ്പോൾ ഒരു പുതിയൊരു നായിക എന്ന രീതി, അതായത് സിനിമയിൽ അധികം അഭിനയിക്കാത്തൊരു നായിക, അത്ര സിനിമയിൽ പരിചിതമല്ലാത്തൊരു നായിക മതി എന്നുള്ള ധാരണയിലായിരിക്കും. പക്ഷെ എന്തായാലും കറങ്ങി തിരിഞ്ഞത് സൽമാൻ ഖാനും മാധുരി ദീക്ഷിത്തിലേക്കും തന്നെ എത്തി. അപ്പോൾ ആ ഒരു സിനിമ മേനെ പ്യാർ കിയ സിനിമ കണ്ടവർക്കൊക്കെ അതിൻ്റെ കഥ അറിയായിരിക്കും. അതിലൊരു ചേട്ടനും അനിയനും, അതിൽ ചേട്ടൻ ഒരു സഹോദരനൊരു വിവാഹം കഴിഞ്ഞൊരു വേറൊരു കുടുംബത്തിലൊരു പെൺകുട്ടിയെ, ഇവരുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന സൽമാൻ ഖാൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അതായത് ചേട്ടത്തിയുടെ അനീത്തിനെ മാധുരി ദീക്ഷിത്തിൻ്റെ ക്യാരക്ടറായിട്ട് സൽമാൻ ഖാൻ പ്രണയമാവുന്നതും അങ്ങനെ പോകുന്ന ഒരു കോമഡിയാണ്. അതിൽ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ട്രാജഡിയൊക്കെ സംഭവിക്കുന്നുണ്ട്, പിന്നെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു കഥ. ഇവരിതിൽ പ്രണയവും ഒരു കുടുംബവും മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഹിന്ദി സിനിമകളിൽ അത്തരത്തിലുള്ള കഥകൾ കുറവായിരുന്നു. പിന്നെ അതിലങ്ങനെ ഭയങ്കര വില്ലന്മാരോ അത് ഈ പറയുന്ന പോലെ ബ്ലഡ് ഷെഡും ഇതൊന്നുമില്ല. രാം ലക്ഷ്മൺ എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തത്. അപ്പോൾ ഇതിലന്ന് ഞാൻ പറഞ്ഞു 14 പാട്ടുകളാണ്. പൊതുവേ ഒരു 5 പാട്ടോ 6 പാട്ടോ മാക്സിമം ഒരു 7 പാട്ടോ ഒക്കെയാണ് സിനിമകളിൽ അന്ന് ഉണ്ടാവാറുള്ളൂ. പക്ഷെ 14 പാട്ടുകളാണ് അന്നൊരു സിനിമയിൽ. അപ്പോൾ അത് ഈ സംവിധായകൻ തന്നെ പറഞ്ഞത് അന്ന് അതിൽ കുറേ ക്ലീഷേ സീനുകളുണ്ട്. അപ്പോൾ അറിയാം ആ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ സീനുകളുണ്ട്. അപ്പോൾ അവിടെ കുറേ സോങ്സ് കൊണ്ടുവരിക, അങ്ങനെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. അതായത് ഒരു സിനിമ കാണാൻ വരുന്നതിലുപരി വേറൊരു വേൾഡിലോട്ട്, ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് ഫാമിലി, ആ ഒരു ഫാമിലി, ഒരു കല്യാണ വീട്, അവരുടെ ആഘോഷം,
അതിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരിക. അപ്പോൾ കുറേ നല്ല കളർഫുൾ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിലേക്ക് എന്താ പറയുക ആ ഒരു പാട്ടുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അന്നൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, മാധുരി ദീക്ഷിത്തിനാണ് അന്ന് സൽമാൻ ഖാനെക്കാട്ടും കൂടുതൽ റെമ്യൂണറേഷൻ കൊടുത്തത്. അന്ന് 2 കോടിക്ക് മുകളിൽ മാധുരി ദീക്ഷിത്തിന് റെമ്യൂണറേഷൻ കൊടുത്തിരുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അത് എനിക്കത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ മാധുരി ദീക്ഷിത്തിൻ്റെ കോസ്റ്റ്യൂംസിന് ലക്ഷങ്ങൾ ചെലവിട്ടാണ് അതിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഡിസൈൻ ചെയ്തത്. അങ്ങനെ എല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല കാശൊക്കെ അന്നത്തെ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം കാശൊക്കെ ചിലവാക്കിയിട്ട് തന്നെയാണ് ആ ഒരു സിനിമ ചെയ്തത്. ആ ഒരു സിനിമ അന്ന് 4 കോടി 5 കോടി ഏകദേശം ബഡ്ജറ്റാണ് ആ ഒരു സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്തത്. എന്നിട്ട് ആ സിനിമയ്ക്ക് തീർത്ത് കഴിഞ്ഞിട്ട് ഇവരൊരു സ്പെഷ്യൽ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷെ അന്ന് പല ആളുകൾക്കും അന്ന് അത് ഇഷ്ടപ്പെട്ടില്ല. പല ഹിറ്റ് സിനിമകളും ഇതുപോലെയാണ്, നമുക്കറിയാം. പല ഹിറ്റ് സിനിമകളും ഇപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഓടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അതിൻ്റെയൊക്കെ എന്താണ് ചരിത്രം തിരുത്തി കുറിച്ച സിനിമകളൊക്കെ ഉണ്ട്. അത്തരത്തിലൊരു സിനിമ തന്നെയായിട്ട് ഈ പറയുന്ന ഹം ആപ്കെ ഹൈ കോൻ മാറി. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമ തിയേറ്ററിൽ ആദിത്യ ചോപ്ര, നമുക്കറിയാം ഇവരൊക്കെ ഒരു സിനിമാ കുടുംബമാണ്, സുഹൃത്തുക്കളാണ്. ആദിത്യ ചോപ്ര ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗംഭീര സിനിമയാണ്, ഒരു മാറ്റവും വരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിലൊരു 2 പാട്ട് മുഴുവനായിട്ടും പിന്നെ അതിലൊരു പാട്ടിൻ്റെ കുറച്ച് സീക്വൻസുകൾ ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിസ്പാവും എന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ടാണ് ആ സിനിമ തിയേറ്ററിലൊക്കെ ഇറക്കിയത്. ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് തിരക്ക് കുറവായിരുന്നു. പക്ഷെ പിന്നെ ആളുകൾ വന്നു, ആളുകൾ അത് എന്താ പറയുക, ആ ഒരു സിനിമ എത്രയോ മാസങ്ങളാണ് ആ സിനിമ തിയേറ്ററുകളിൽ ഓടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിൽ അവർ ആ പാട്ടുകൾ വീണ്ടും അതിലോട്ട് ആഡ് ചെയ്തു. ഇപ്പം അതിൻ്റെ 2 വെർഷനൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 3 മണിക്കൂറിൻ്റെ മുകളിലുള്ള വേർഷനും പിന്നെ ഈ പാട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വേർഷനും 2 വേർഷനും 194ഓളം മിനിറ്റുകൾ ആ ഒരു സിനിമയിലുണ്ട്. അപ്പം അന്ന് തമാശ രൂപേണൊക്കെ പറയും, 2 ഡയലോഗ് പറഞ്ഞാൽ ഒരു പാട്ട്, പിന്നെ വീണ്ടും 2 ഡയലോഗ്, കുറച്ച് സീൻസ്, വീണ്ടും പാട്ട്, ഇങ്ങനെയൊക്കെ തമാശ രൂപേണൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സിനിമ എന്തായാലും അന്നത് അക്സെപ്റ്റ് ചെയ്തു. അന്ന് നാഷണൽ അവാർഡും കിട്ടിയ സിനിമയാണ്. അതിൻ്റെ കൊറിയോഗ്രാഫിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഏറ്റവും ജനപ്രീതി നേടിയ എന്താ പറയുക പ്രേക്ഷക പ്രീതി നേടിയ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ അവാർഡ് അന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫിലിം ഫെയർ അവാർഡ്സ്, അങ്ങനെ പല അവാർഡ്സും അന്ന് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സൽമാൻ ഖാൻ്റെ വോയിസ്, ആ പാട്ടുകളൊക്കെ SPB ആണ്. അന്ന് മേനെ പ്യാർ കിയ മുതൽ എത്രയോ വർഷം സൽമാൻ ഖാൻ്റെ ഏറ്റവും കൂടുതൽ സൽമാൻ ഖാന് വേണ്ടി വോയിസ് കൊടുത്തിട്ടുള്ളതും SPB ആണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇതിലെ പാട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു, ഇതിൽ ദിദി തെരാ ദിവാന എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ എത്രയോ കാലം അന്ന് നമ്മുടെ നാട്ടിലും ഭയങ്കര എന്താ പറയുക ട്രെൻഡായിരുന്നു. ഗാനമേളകളിലൊക്കെ സ്ഥിരമായിട്ട് പാടിയിരുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ കല്യാണ കാസറ്റുകളിൽ അന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കല്യാണ കാസറ്റിൽ പാട്ട് ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കല്യാണ കാസറ്റുകളിലും ഒക്കെ ആ പാട്ട് തന്നെയായിരുന്നു അന്ന് സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തമിഴിലും തെലുങ്കിലും ഒക്കെ ഡബ് ചെയ്തിട്ട് ഇറക്കിയിരുന്നു. അല്ലെങ്കിൽ തെലുങ്കിൽ ഡബ് ചെയ്തിട്ട് തെലുങ്ക് ആന്ധ്രാപ്രദേശിലും അത് 100 ദിവസവും 150 ദിവസവും ഒക്കെ ഓടിയിട്ടുണ്ട്. അവിടുന്ന് കുറേ കോടികളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പിന്നീട് 2010 ആയപ്പോൾ ബോഡി ഗാർഡ് പോലത്തെ സിനിമകളോ ഒക്കെ സൽമാൻ ഖാൻ ചെയ്ത സമയത്തൊക്കെ ഈ 100 crore ക്ലബ്ബ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ സിനിമ അന്നേ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് വേൾഡ് വൈഡ്. അതിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ കളക്ഷൻ തന്നെ 100 കോടി എടുത്തും പിന്നെ ഓവർസീസൊക്കെ ഒരുപാടൊക്കെ കളക്ട് ചെയ്ത്. അപ്പോൾ അന്നേ സൽമാൻ ഖാൻ 100 crore ക്ലബ്ബിൽ കയറി പറ്റിയിട്ടുള്ള ഒരു നടൻ തന്നെയായിരുന്നു. ആ ഒരു സിനിമ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തത് മാത്രമല്ല, അതുപോലത്തെ സിനിമകൾ പിന്നീട് ചെയ്യുക എന്നുള്ള ഒരു ട്രെൻഡും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദിത്യ ചോപ്ര അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. കരൺ ജോഹർ കുച്ച് കുച്ച് ഹോത്താ ഹൈ ചെയ്തു. അപ്പോൾ ഇവർക്കൊക്കെ ഈ സിനിമ കണ്ട ശേഷം, ഹം ആപ്കെ കണ്ട ശേഷം ഒരു എന്താ പറയുക വേറൊരു തരത്തിലുള്ള സിനിമകൾ ചെയ്യാം, ഇവിടെ ഒരു വേറൊരു തരത്തിലുള്ള ഓഡിയൻസിനെ അവരെ തിയേറ്ററിലോട്ട് വീണ്ടും കൊണ്ടുവരാം. കാരണം അന്ന് തിയേറ്ററിലേക്ക് ഫാമിലി ഓഡിയൻസ് വരുന്നത് കുറഞ്ഞുണങ്ങിയ ഒരു സമയമായിരുന്നു അവിടെ ഹിന്ദിയിൽ. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പല തിയേറ്റേഴ്സും അവരുടെ ടെക്നോളജി, അവരുടെ സൗണ്ട് സിസ്റ്റവും അപ്ഗ്രേഡ് ചെയ്തു എന്നാണ് പറയണത്. കാരണം തിയേറ്റേഴ്സൊക്കെ അന്ന് ഇത്രയൊന്നും ടെക്നോളജി വൈസ് ഒന്നും അവരന്ന് അത്ര ഇതായിരുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമയുടെ സോങ്സും അതിൻ്റെ ആ ഒരു ഇതൊക്കെ, അത് നല്ല ഒരു തിയേറ്ററിൽ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി തിയേറ്റേഴ്സ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അപ്ഗ്രേഡ് ചെയ്തു. പിന്നീട് തുടർന്ന് വന്ന ഈ പറയുന്ന കുച്ച് കുച്ച് ഹോത്താ ഹൈ പോലത്തെ സിനിമകൾക്കൊക്കെ അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ MF ഹുസൈൻ, അദ്ദേഹം ഈ ഒരു സിനിമ 60 പ്രാവശ്യം അന്ന് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. എന്തായാലും ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യ സിനിമ മുഴുവനും ഹം ആപ്കെ ഹൈ കോൻ്റെ ഒരു ട്രെൻഡ് അന്ന് ഉണ്ടായിരുന്നു.
നമ്മുടെ സമ്മർ ഇൻ ബദൽഹേം എന്ന് പറയുന്ന ഒരു സിനിമ, സിബി മലയിൽ രഞ്ജിത്ത് കൂട്ടുകെട്ടുള്ള സിനിമ, നമുക്കറിയാം ആ ഒരു സിനിമ ഇപ്പോൾ വീണ്ടും 4K വീണ്ടും അവർ റിലീസ് ചെയ്യാൻ പോവാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട്, സിബി മലയിൽ രഞ്ജിത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിബി മലയിലാണ് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട്. അതായത് നമുക്കറിയാം സിബി മലയിൽ കിരീടവും അല്ലെങ്കിൽ ചെങ്കോലും പിന്നെ ഹിസാന അബ്ദുള്ളയും ഭാരതും ഒക്കെ പോലത്തെ സിനിമകൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമയെന്ന് സമ്മർ ഇൻ ബദൽഹേം. അദ്ദേഹം പറഞ്ഞ അന്ന് ഈ ഹമ്മക്ക് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ ചെയ്തുകൂടാ? അതായത് അധികം ടെൻഷൻസ് ഒന്നും കൊടുക്കാതെ നല്ല കളർഫുൾ ആയിട്ടുള്ളത്, എന്താ പറയുക, കുറേ ആർട്ടിസ്റ്റുകൾ, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ മലയാളത്തിൽ എന്നും പറഞ്ഞ് അങ്ങനെയാണ് സമ്മർ ഇൻ ബദൽഹേമിൻ്റെ ഒരു ഐഡിയ ഇവരുടെ മനസ്സിലേക്ക് വന്നത് ഈ ഹം ആപ് കെ ഹോയ് കോൻ എന്ന് പറയുന്ന സിനിമ കണ്ട ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്ത ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ട്രെൻഡ് തന്നെയാണ് അന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ എന്താ പറയുക സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങൾ ആ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടവർ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. കാരണം 14 പാട്ടുകളൊക്കെ തിയേറ്ററിൽ കാണുന്ന ഇന്ന് പാട്ടുകളുടെ എണ്ണം കുറയുന്നതാണ്. സിനിമയുടെ കമേഴ്ഷ്യൽ സിനിമയുടെ വിജയത്തിന് ഗാനങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പക്ഷേ പാട്ടുകളുടെ എണ്ണം കുറയാണ്. അപ്പോൾ എന്തായാലും ഹം ആപ് കെ ഹോയ് എന്ന് പറയുന്ന ഒരു സിനിമയും അതിലെ പാട്ടുകളും ആ ഒരു സിനിമ എന്താ പറയുക, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട ആ ഒരു ആഘോഷമൊക്കെ, അല്ലെങ്കിൽ അത് നിങ്ങൾ പിന്നീട് DVD ആണോ കണ്ടത് എന്നുള്ളതൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.